ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് മേക്കപ്പിൻ്റെയോ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും വീഡിയോ ഒന്നും അല്ല. സോ നമുക്കിതൊരു എൻ്റെ ഒരു ഫോളോവർ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ, ഒരു സുന്ദരി കുട്ടി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് എനിക്ക് യു കെയിൽ ജോലി കിട്ടിയത്, ഐ മീൻ പാർട്ട് ടൈം ജോലി കിട്ടിയത്, ഓക്കെ, ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തരാമെന്ന് ഓർത്തു. അത് തന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു ഡയറി എടുത്തിട്ട് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെതായ രീതികളിൽ എനിക്ക് എങ്ങനെ ജോലി കിട്ടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുണ്ടല്ലോ, ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നും ഞാൻ എങ്ങനെയാണ് ജോലി അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ്, നിങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഗുഡ് സി വി ആണ്, അല്ലേ? ഒരു ഗുഡ് സി വി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം ഞാൻ സി വി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ആദ്യം ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് വിട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത്, ഓരോ സ്ഥലത്തും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ സി വി ആക്കണം. അതായത്, ഒരു സി വി കൊണ്ട് പല ഷോപ്പുകളിലും കയറി ഇറങ്ങരുത്. നിങ്ങളുടെ സി വിയിൽ വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ കെ എഫ് സിയിലാണെങ്കിൽ ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ വോളണ്ടിയറിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം മെയിൻ ഫോക്കസിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന എക്സ്പീരിയൻസും അതുപോലെ ബേസ്ഡ് ആയിരിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങൾ ഏതെങ്കിലും എന്താ പറയണ്ടേ, വല്ല ചായക്കടയിലോ വല്ല വല്ല ബേക്കറി ഷോപ്പിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതുപോലുള്ള കടകൾക്കൊക്കെ ആവശ്യം. ഞാൻ എൻ്റെ സി വിയിൽ ഫസ്റ്റ് ഞാൻ കൊടുത്തത് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ജോലിക്കായിരുന്നു. സോ അവിടെ കൊടുത്തത് എൻ്റെ പ്രൊഫഷണൽ സി വി ആയിരുന്നു. അവിടെ എനിക്ക് റിജക്ഷൻ വന്നു. ഓക്കെ, സോ അവരെന്നെ റിജക്റ്റ് ചെയ്തു. ലൈക്ക് വന്നോ ട്രെയിനിങ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു 2 to 3 days കഴിയുമ്പോഴത്തേക്കും ട്രെയിനിങ്ങിന് വരാം എന്ന് പറഞ്ഞിട്ട് 1 week കഴിഞ്ഞിട്ട് അവരുടെ ഒരു അഡ്രസ്സും ഇല്ല. അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വേറെ ആരെയോ കിട്ടിയെന്ന്. സോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത്, എബ്രോഡൊക്കെ ഉള്ളവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അൺലെസ് ഓർ അൺടിൽ നിങ്ങളുടെ കയ്യിലേക്ക് കോൺട്രാക്ട് വരുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ജോലിയും കിട്ടിയെന്ന് വിശ്വസിക്കരുത്. കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് തിങ്. സോ അപ്പം എനിക്ക് അതിനകത്ത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ പ്രൊഫഷണൽ സി വി കൊണ്ടാണ് ഞാൻ പോയത്. സെക്കൻഡ് വന്നതാണ് എനിക്ക് കെ എഫ് സിയിലുള്ള ജോലി, അതായത് ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിന്റെ സമയത്തേക്ക് ഞാനാണെങ്കിൽ എൻ്റെ സി വിയിൽ കുറേ അധികം മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പപ്പയുടെ മില്ലിൽ കുറച്ച് നിന്നിട്ടുണ്ടെന്നും, അതായത് ആക്ച്വലി വല്ലപ്പോഴൊക്കെ പോവാറേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ ഞാൻ നിന്നിട്ടുണ്ട്, ഞാൻ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ആൾക്കാർക്ക് പൊടിച്ച സാധനങ്ങളൊക്കെ, ഇവർക്ക് മില്ല് എന്നാന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അതായത്, മില്ലിലെ പൊടിച്ച സാധനങ്ങൾക്ക് ഓരോ ആൾക്കാരുടെ കൈ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പം ജസ്റ്റ് ഇമാജിൻ ഹൗ കെ എഫ് സി വർക്ക്സ്. അതായത്, കെ എഫ് സിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓരോ ടേബിളിൽ നമ്പർ വിളിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നു. സോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ മില്ലിലെ എക്സ്പീരിയൻസ് ഞാനങ്ങ് ക്രിയേറ്റ് ചെയ്തു. അതായത്, ഓരോരുത്തരുടെയും കയ്യിലേക്ക് ഫുഡ്, ഐ മീൻ അവരുടെ പൊടിച്ച ഓരോ പൊടികൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ്, അതായത് എവിടെയെങ്കിലും നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു 1 week എങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ, മേക്ക് ഇറ്റ് ആസ് ആൻ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, കോൺഫിഡൻസ്, അതാണ് മെയിൻ തിങ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി സി വി ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങൾ എടുക്കാൻ തോന്നും. അപ്പോൾ ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റോഡൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് സംസാരിക്കണമെന്നും അറിയത്തില്ല എന്നുള്ളവരാണെങ്കിലും പേടിക്കേണ്ട. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ കോൺഫിഡൻസ്. ഓക്കെ, എനിക്ക് ഇവിടെ വന്ന സമയത്ത് ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, അവർ ചോദിക്കുന്ന ഒരു ഉത്തരം വാട്ട് ഈസ് യുവർ നെയിം എന്നാണെങ്കിൽ ഞാൻ പറയും ഐ എം സ്റ്റഡിങ് ഇൻ ക്യൂൻസ് യൂണിവേഴ്സിറ്റി എന്ന്. അങ്ങനെയായിരുന്നു എൻ്റെ ആൻസറും അവരുടെ ക്വസ്റ്റ്യൻസും ഒക്കെ. അത് ഒരു മാച്ചും ഇല്ലാതെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഐറിഷ് ആക്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതായിരുന്നു ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു, ഒരു 1 month 2 month എൻ്റെ ടാസ്ക് എന്ന് തന്നെ പറയുന്നതായിരുന്നു. കാരണം എനിക്ക് ഒന്നും മനസ്സിലാവില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഐറിഷുകാരൻ്റെ ഇന്റർവ്യൂവിലാണ് ഞാൻ സെലക്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോൺഫിഡൻസ് മാറ്റേഴ്സ്. ഓക്കെ, നിങ്ങൾ എത്രമാത്രം കോൺഫിഡൻസ്, ഇപ്പം നിങ്ങളുടെ പ്രൊഫഷണൽ സി വി നിങ്ങളുടെ കയ്യിലിരിക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങളെ ജോലിയിൽ കയറ്റുന്നത്. ഫസ്റ്റ് ജോലി റിജക്റ്റ് ആയി, സെക്കൻഡ് ജോലി റിജക്റ്റ് ആയി, തേർഡ് റിജക്റ്റ് ആയി എന്നും വെച്ച് നിർത്തരുത്. കീപ്പ് ഓൺ അപ്ലൈയിങ്. ഓക്കെ, എത്ര ചിലപ്പോൾ 200 എണ്ണം 300 എണ്ണം കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ആവുണ്ടാവുള്ളൂ. സോ കീപ് ട്രൈയിങ്. അതായത്, നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടും. അതായത്, അപ്പം നിങ്ങൾ അതിന് വേണ്ട വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നല്ല പേഷ്യൻസ് ഉണ്ടായിരിക്കണം, നല്ല ഹോപ്പ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയണ്ടേ, ഇല്ലാത്ത കാര്യങ്ങൾ സി വിയിലിട്ടിട്ട് അവർ ചോദിക്കുന്ന സമയത്ത് അതിനെ കള്ളം പറഞ്ഞ് എന്താ പറയണ്ടേ, കള്ളം പറഞ്ഞിട്ട് അതിനൊരു ആൻസർ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് തിരിയും. അത് ഭയങ്കര ബാഡ് മാർക്ക് ആവുന്ന ഒരു കാര്യമാണ്. സോ പ്ലീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊന്നും സി വിയിലിടരുത്. പക്ഷേ ഇപ്പം നിങ്ങൾ എന്താ
വല്ല കെയർ ടേക്കർ ജോബിലേക്കൊക്കെ ഉള്ള റെസ്യൂമേ ഇടുവാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി പുട്ട് ഇഫ് നിങ്ങൾക്ക് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അവരെ നോക്കിയിട്ടുണ്ട്, നിങ്ങൾ അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്, അവരെ കുളിപ്പിക്കാറുണ്ട്, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. പിന്നെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുക. അതായത് നിങ്ങളുടെ സി വി, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സി വി ഒന്ന് ചാറ്റ് ജി പി ടിയിൽ ഇടുക, ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക, ഇന്ന ജോലിക്കാണ് ഞാൻ പോകുന്നതെന്ന് പറയാം. അതായത് ഇപ്പം മെക്ഡിയിലേക്കാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടെൽ ചാറ്റ് ജി പി ടി ലൈക്ക് നിങ്ങൾ മെക്ഡിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, സോ എൻ്റെ ഈ സി വി കൊള്ളാമോ എന്ന് ചോദിക്കുക. അപ്പം ചാറ്റ് ജി പി ടി പറഞ്ഞു തരും നിങ്ങൾക്ക് ഇത് സൂപ്പറാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് കൊണ്ട് പറഞ്ഞു തരും. സോ അത് ബേസ് ചെയ്താക്കുക. കള്ളത്തരങ്ങൾ കയറ്റാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കുഞ്ഞു സംഭവങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മില്ലിൽ ഞാൻ പണിയെടുക്കാറൊന്നും ഇല്ല അവിടെ, പക്ഷെ എൻ്റെ പപ്പ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ചാച്ചൻ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് ഞാനത് ചെയ്യുന്ന പോലെയാണെങ്കിൽ പറയും. അപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പറയുമ്പോൾ. ചിലവർക്ക് ആ ഒരു സ്പീഡിൽ അങ്ങനെ പറയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് അങ്ങനത്തെ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യൂല. പക്ഷെ ഇതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ പറയണ്ടത്, നിങ്ങളിപ്പോൾ കെ എഫ് സിയിലോ പണിയെടുക്കുന്നത്, കെ എഫ് സി പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ടേബിൾ സർവീസ്, നീറ്റ്നെസ്, പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇത് മൂന്നുമാണ് കെ എഫ് സി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്. കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം. അതായത് നിങ്ങൾക്ക് നല്ല സംസാര രീതികൾ ഉണ്ട് എന്നുള്ളത് എങ്ങനെയെങ്കിലും ഒരു സ്കില്ല് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വെച്ച് അങ്ങ് പ്രൂവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വൃത്തിയുണ്ട്, നിങ്ങൾക്ക് വൃത്തിയാക്കാൻ അറിയാം എന്നുള്ളത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വെച്ച് പ്രൂവ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കെയർ ഹോമിലാണെങ്കിലോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് പേഷ്യൻസിന് ഹെവി ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റും. ഓക്കെ, ഹെവി ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഫുഡ് കൊടുക്കാൻ, വേറെ ഒരാളെ നോക്കാൻ അറിയാം. അതാണ് വേണ്ടത് അവിടെ. അപ്പം നിങ്ങൾ കെയർ ഹോമിൽ പോയിട്ട് നിങ്ങൾക്ക് ടേബിൾ സർവീസ് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ട്. കാരണം ക്ലീൻ ചെയ്യാനായിട്ട് കെയർ ഹോമിൽ അറിയണം. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇരുന്ന് ആലോചിക്കുക ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയോടൊക്കെ ഒന്ന് ചോദിക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, എന്തൊക്കെയായിരിക്കും പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിച്ച് ബൈ ഹാർട്ട് പിടിച്ച് പോകരുത്. നാച്ചുറലായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളായിട്ട് തന്നെ സംസാരിക്കണം. ഓക്കെ, സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കിട്ടും. എനിക്ക് നല്ല പണിയായിരുന്നു ഒരു പാർട്ട് ടൈം കിട്ടാനായിട്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന്, പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നല്ല ദൈവാനുഗ്രഹം കൂടെ വേണം. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് രണ്ടാമത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ജോലി കിട്ടി. എൻ്റെ ഫസ്റ്റ് ഹൗസ് കീപ്പിംഗ് ആയിരുന്നത് ഞാൻ റിജക്റ്റ് ആയി. അതെൻ്റെ സി വി വീക്ക് ആയിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ജോലി ആയിരുന്നല്ലോ, അപ്പോൾ നമുക്ക് പറയാനും എങ്ങനെയൊക്കെ അവരുടെയൊക്കെ എടുത്ത് പറയേണ്ടതെന്നുള്ളതൊന്നും പിടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ജോലി ആയപ്പോഴത്തേക്കും ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സി വി. പിന്നെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വാലിഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ വേണ്ടി വരും. ലൈക്ക് മേ ബി എന്തൊക്കെയാണ്, പാൻ കാർഡ്, ആധാർ കാർഡ്, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരും. അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വെക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സാണ്. എല്ലാവരും കൂടെ വീട്ടിലുള്ള എല്ലാ 10-20 പേരൊക്കെ ഒരു ഇമെയിൽ അഡ്രസ്സ്, അത് വേണ്ട, നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാക്കുക. പിന്നെ നിങ്ങളുടെ അവൈലബിലിറ്റി, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റി കൊടുക്കുക. അതായത് ചിലപ്പോൾ ചില കടകൾക്കൊക്കെ വേണ്ടത് രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ചില കടകൾക്കൊക്കെ വേണ്ടത് ഒരു വീക്ക് ഫുൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ എല്ലാ ഫുൾ ടൈമിനൊക്കെ ആയിരിക്കും വേണ്ടത്. പിന്നെ ചില കടയിലൊക്കെ വേണ്ടത് മേ ബി രാവിലെ മുതൽ ഒരു ഈവനിങ് വരെയുള്ള ഷിഫ്റ്റൊക്കെ ആയിരിക്കും. സോ നിങ്ങളുടെ അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കാണിക്കാൻ പറ്റണം. അല്ലാണ്ട് ഞാൻ രാത്രിയിൽ ഇത്ര സമയം മാത്രമേ എനിക്ക് അവൈലബിൾ ആവാൻ പറ്റുള്ളൂ, ഇന്ന ഇത്ര സമയം മാത്രമേ എനിക്ക് അവൈലബിൾ ചെയ്യാൻ പറ്റുള്ളൂ, സാറ്റർഡേ സൺഡേ മാത്രമേ എനിക്ക് അവൈലബിലിറ്റി ഉള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. സോ അവരെന്ത് ചെയ്യും, ഇതിനകത്ത് ഏതെങ്കിലും നല്ല അവൈലബിലിറ്റി ഉള്ള ഒരാളെ പിടിച്ചിട്ട് അവർ അപ്പോയിന്റ് ചെയ്യും. സോ നിങ്ങളൊരു അടിപൊളി അവൈലബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ പറ്റുമെങ്കിൽ നല്ലൊരു അവൈലബിലിറ്റി അവർക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്കില്ലിനകത്ത് കെ എഫ് സിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേബിൾ സർവീസുകൾ പോലുള്ള ഏതെങ്കിലും ഇങ്ങനെ ഫുഡിൻ്റെ ഒക്കെ കമ്പനികളൊക്കെ ആണെങ്കിൽ നല്ല വോളണ്ടിയറിങ്, ടീം വർക്ക്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്കില്ലായിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. അത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടോ എന്ന് നോക്കുക. ടീം വർക്കൊക്കെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനൊക്കെ എങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ വന്നിട്ട് ഒരു സ്ഥലത്ത് മാത്രം ജോലിക്ക് അപ്ലൈ ചെയ്യാതെ, എബ്രോഡ് ഉള്ളവരോടും കൂടിയാണ് പറയാനുള്ളത്, ഒരു സ്ഥലത്ത് മാത്രം, എൻ്റെ ലൊക്കാലിറ്റിയിൽ മാത്രം നടന്നു പോകാൻ പറ്റുന്ന 10, 15, 20 മിനിറ്റ് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യൂ എന്ന് വിചാരിച്ച് നിൽക്കരുത്. മേ ബി ബസ്സൊക്കെ കയറി 1 hour ഒക്കെ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ
ഒത്തിരി ജോബ്സ് കാണും. അവിടെയൊക്കെ അവൈലബിലിറ്റി നമ്മളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസും കൂടുതലുണ്ടാവും. സോ അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഞാൻ എബ്രോഡുള്ള ആൾക്കാർക്ക് ഞാൻ ഇൻഡീഡ് വഴിയാണ് ഞാൻ KFCയിലേക്ക് അപ്ലൈ ചെയ്തത്. ഓക്കെ, ഞാൻ നോർത്തേൺ അയർലൻഡിലാണ്. അപ്പം ഞാനിവിടെ ഇൻഡീഡ് വഴിയാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങളും ഇൻഡീഡ് വഴി, പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു NI ജോബ്സോ അങ്ങനെ എന്തൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, NI ജോബ്സിൽ അപ്ലൈ ചെയ്ത് നോക്കുക, ഇൻഡീഡിൽ അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ ടെസ്കോ ഒക്കെ ആണെങ്കിൽ ടെസ്കോ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഇടും, അതിനകത്തൊക്കെ കയറി നോക്കുക. സോ ഡെഫിനറ്റ്ലി ആയിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടും. കംഫർട്ട് സോണിൽ നിന്ന് മാറി കുറച്ചും കൂടെ ദൂരേക്കൊക്കെ ഒരുപാട് ചാൻസുകളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങളെ ഹയർ ചെയ്യാനും നല്ല ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്ലൈ ചെയ്തു, ഒരു വിവരമൊന്നുമില്ല എങ്കിലും പൊളൈറ്റ് ആയിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവരുത്. റിജക്റ്റ് ആയെങ്കിൽ എന്താ പറയുക, അടുത്ത ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു വാതിൽ തുറന്നു വന്നു എന്ന് മാത്രമേ വിചാരിക്കാവുള്ളൂ. ഒരിക്കലും അവിടെ സ്റ്റക്കായിട്ടോ ഇനി ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നില്ല, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ എന്നൊന്നും വിചാരിക്കരുത്. ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തത്. ഞാനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 10 months ആയി. പക്ഷെ 7 months 8 months ഒക്കെ ആയിട്ടും ജോലി കിട്ടാത്ത ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ അവരുടെയൊക്കെ കൂടെ ജോലി കിട്ടിയ ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമായിരുന്നു. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ. സോ നമ്മുടെ ഡെഡിക്കേഷനും നമ്മുടെ കോൺഫിഡൻസും പിന്നെ നമ്മുടെ പ്രാർത്ഥനയും ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി DM ചെയ്താലും മതി. സോ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ഒരാളുടെ ലൈക്കൊക്കെയാണ് നമുക്ക് ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ എൻ്റെ ഫോളോവേഴ്സ് ആരൊക്കെയാണ് എന്നെ ഫോളോ ചെയ്യുന്നത്. എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് 310 ഫോളോവേഴ്സ് എന്തേ പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അക്കൗണ്ടിൽ വെറും 69 ആയിരുന്നു. ആരോ 2 പേര് അൺഫോളോ ചെയ്ത് ഇപ്പോൾ 68 ആയിട്ടുണ്ട്. സോ ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്, ഇവർ ഫോളോ ചെയ്തു. ഒത്തിരി സന്തോഷമാണ്. സോ നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വിടുക, ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.